സാറ്റിൻ റിബൺ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്തെടുക്കാനായിട്ട് സാറ്റിൻ റിബൺ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇഞ്ചിലും ഉള്ള സാറ്റിൻ റിബൺ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബൺ ആണ്. നിങ്ങൾക്ക് 1 ഇഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 ഇഞ്ച് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി മേക്കിങ്ങിലോട്ട് കിടക്കാം. അതിനായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കോണായിട്ട് മടക്കിയിട്ട് ആദ്യം ഒന്ന് കോണായിട്ട് മടക്കുക, പിന്നെ വീണ്ടും ഒന്ന് കോണാക്കി മടക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ 1.5 ഇഞ്ച് വീതിയും 1.5 ഇഞ്ച് നീളവും പോലെ നമ്മൾ എന്ത് ചെയ്യുക, റിബൺ കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്യാൻ കുറേ പ്രോസസ്സ് എടുക്കുന്നത് കൊണ്ട്, ചിലപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ കുറേ ടൈം എടുക്കുന്നത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ കോണാക്കിയിട്ട് കട്ട് ചെയ്താലും മതി കേട്ടോ. അപ്പം ഞാൻ എങ്ങനെയാണ് മടക്കുന്നത് എന്നുള്ളത് 1-2 പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ആദ്യം ഒന്ന് കോണായിട്ട് മടക്കാം, പിന്നെ വീണ്ടും കോണായിട്ട് മടക്കാം. അങ്ങനെ നമ്മൾ 2 പീസ് ഒരേ സെയിം ലെങ്ത്തിലും വിഡ്ത്തിലും ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒരു പീസിൻ്റെ താഴേക്ക് കുറച്ച് ഇറക്കിയിട്ട് അടുത്ത പീസ് വെച്ചിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗം ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ആ മടക്ക് വരുന്ന ആ ഒരു കൂർത്ത് നിൽക്കുന്ന ആ ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ലൈറ്റർ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുക. എന്നിട്ട് ബാക്ക് സൈഡിൽ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ആയി നിൽക്കുന്ന കുറച്ച് പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് അവിടെയും നല്ലപോലെ ഒന്ന് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ഉരുക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ഇതുപോലെ ഞാനൊരു 20 പീസോളം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് ഒരു ഫ്ലവർ ആണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 8 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് ഓരോന്നിൻ്റെ ചുറ്റിലും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത് വെച്ച് നിങ്ങൾ ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. B7000 ഒക്കെ ബെസ്റ്റ് ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ 8 പീസ് റൗണ്ടിൽ നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് അവിടെ ഒട്ടിയിരുന്നോളൂ കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും, ഒപ്പം ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, 3 പീസ് ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. അതിന് ശേഷം 2 പീസ് അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ 3 പീസിൻ്റെ 2 2 പീസിൻ്റെ 2 നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം ഒരൊറ്റ പീസായിട്ടും. ഇനി നിങ്ങൾക്ക് ക്യാൻവാസ് ഷീറ്റോ അല്ലെങ്കിൽ ഫെൽറ്റ് ഷീറ്റോ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്റർ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലവർ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റിലായിട്ട് ആദ്യം 3 പീസാണ് ഒട്ടിക്കേണ്ടത്. എനിക്ക് പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഒരു മിസ്റ്റേക്ക് വന്നു. ഞാൻ എന്ത് ചെയ്തു, ആദ്യം 3 പീസ് ഒട്ടിച്ചതിന് ശേഷം 2 പീസ് ഒട്ടിക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ ഡയറക്റ്റായിട്ട് ഒറ്റ പീസ് ഒട്ടിച്ചു. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം 3 പീസ് ഒട്ടിക്കുക. എന്നിട്ട് അതിന് ശേഷം രണ്ടാമത് ഞാൻ കാണിക്കുന്നുണ്ട്, 3 പീസ് ഒട്ടിക്കുക. എന്നിട്ട് അതിന് ശേഷം 2 പീസ് ഒട്ടിക്കുക. എന്നിട്ട് അവസാനം സെൻറ്ററിലായിട്ട് ഒറ്റ പീസ് വരുന്ന പോലെയും ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് പറിച്ചെടുത്തിട്ട് രണ്ടാമത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. 3-ന് ശേഷം 2 പിന്നെ 1 അങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഫ്ലവറിൻ്റെ. അതുപോലെ തന്നെ ഓരോ പെറ്റൽസിൻ്റെയും ഇടയിൽ ചെറിയ ചെറിയ വൈറ്റ് ബീഡ്സ് കൂടി നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കൂടുതൽ ഭംഗി നൽകുന്നതാണ്. അപ്പോൾ ഇനി ഞാനിത് ഡയറക്റ്റായിട്ട് ഹെയർ ബാൻഡിലേക്ക് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെയർ ക്ലിപ്പിലേക്കോ അല്ലെങ്കിൽ ബേബീസിനാണെങ്കിൽ ബേബി ബാൻഡിലേക്കോ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മളുടെ മേക്കിംഗ് വീഡിയോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അടുത്തൊരു മേക്കിംഗ് വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.